ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം റോമാലേഖനത്തിൽ നിന്ന് നീതീകരണം എന്ന അതിപ്രധാനമായ വിഷയമാണ്. അതിൻ്റെ 3-ാം അധ്യായം ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം കഴിഞ്ഞ ദിവസം വന്നു. ഇന്ന് 4-ാം അധ്യായം മുതലുള്ള കാര്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. 3-ാം അധ്യായം 21-ാം വാക്യം മുതൽ 5-ാം അധ്യായം 21-ാം വാക്യം വരെ നീതീകരണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഭാഗമാണ്. ആ നീതീകരണം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രമല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും ലഭിക്കുന്നതല്ല എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലൻ തെളിയിക്കുന്നത്. അപ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം കഴിഞ്ഞ ദിവസം നാം വായിച്ചു. അത് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമായിട്ട് അതിനെ എടുക്കേണ്ടതാണ്. കാരണം 3-ാം അധ്യായം 31-ാം വാക്യം വായിച്ചിട്ട് ആ വിഷയമാണ് താഴോട്ടുള്ള അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ആ 31-ാം വാക്യം നാം വായിക്കുന്നത്, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നവോ ഒരു നാളുമില്ല, ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നത്. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്നാണ് 3-ാം അധ്യായത്തിൻ്റെ ആ ഒടുവ് ഭാഗം വരെ പറഞ്ഞു വന്നത്. അങ്ങനെയെങ്കിൽ ഈ ന്യായപ്രമാണം അത് ഒരുവൻ്റെ വിശ്വാസം കാരണം വിശ്വാസത്തിൻ്റെ മുമ്പിൽ ഈ ന്യായപ്രമാണം അതിനെ നമ്മൾ നിസ്സാരമാക്കി കളയുകയാണോ, അതിനെ ദുർബലപ്പെടുത്തുകയാണോ എന്നിവിടെ പൗലോസ് ചോദിക്കുകയാണ്. എന്നിട്ട് താൻ തന്നെ അതിൻ്റെ ഉത്തരം പറയുകയാണ്, ഒരു നാളും അല്ല, അങ്ങനെയല്ല. പിന്നെയോ അത് നിമിത്തം, വിശ്വാസ നിമിത്തം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലേഖനം പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇൻട്രഡക്ഷനായിട്ട് ഒരു കാര്യം ഞാൻ പറയുകയുണ്ടായി. അതായത് ഈ ലേഖനം ഒരു ചോദ്യോത്തര രീതിയിലുള്ള ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം പറയുക, അങ്ങനെയുള്ള ഒരു രീതിയാണ്. കാറ്റക്കിസം എന്നാണ് ഇതിന് പറയുന്നത്. അല്ലെങ്കിൽ അതായത് ഒരാളൊരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് മറുപടി പറയുന്ന രീതിയാണത്. അങ്ങനെ കാറ്റക്കിസ്മൽ രീതിയിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അത് ഗ്രേക്കരുടെ ഇടയിലുള്ള ഒരു മതപ്രബോധന രീതിയാണ് ഈ കാറ്റക്കിസം എന്ന് പറഞ്ഞാൽ. പൗലോസ് ഈ ലേഖനം എഴുതുന്നതിന് തൊട്ടു മുമ്പ് ഗ്രീസിലെ അഥേന എന്ന് പറയുന്ന പട്ടണത്തിൽ അവിടെയുള്ള അരയോപമ കുന്നിൻ്റെ മുകളിൽ ചെന്നിട്ട് അവിടെ കൂടി വന്ന തത്വജ്ഞാനികളായിരിക്കുന്ന എപ്പിക്കൂര്യരെ, സ്തോയിക്കരെ മുതലായിരിക്കുന്ന ആളുകൾ, അവർ സംഘം കൂടുന്ന സ്ഥലമാണ് അവിടം. അപ്പോൾ അവിടേക്ക് പൗലോസിനെ അവർ വിളിച്ചു പോയിട്ട് ആ തത്വജ്ഞാനികളുടെ പ്രസംഗപീഠത്തിന്മേൽ പൗലോസിനെ നിർത്തി. പഴയകാലത്ത് സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ മുതലായ ആളുകൾ നിന്ന് പ്രസംഗിച്ച അതേ പ്രസംഗപീഠമാണത്. ആ പീഠത്തിലാണ് ഇപ്പോൾ പൗലോസ് നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ അവിടെ ഈ തത്വജ്ഞാനികൾ പൗലോസിനെ വിളിച്ചു കൊണ്ടുപോയി. അതായത് പൗലോസ് പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, പട്ടണത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു പുനരുത്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഈ തത്വജ്ഞാനികൾ വട്ടം കൂടി, ഇവനൊരു ഒരു നൂതനമായിരിക്കുന്ന ഏതോ ഉപദേശം ഇതാ പറഞ്ഞ് ആളുകളോട് പരത്തുന്നു, ഇതെന്താണെന്ന് നമുക്കൊന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞാണ് പിടിച്ചു കൊണ്ടുപോയത്. അങ്ങനെ പൗലോസ്
പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചതിൻ്റെ ശേഷമാണ് താൻ അഥേനയിൽ നിന്ന് കൊരിന്തിലേക്ക് വന്ന് കൊരിന്തിൽ നിന്ന് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഈ ലേഖനത്തിൻ്റെ എഴുത്ത് സ്റ്റൈൽ തന്നെ ഈ തത്വജ്ഞാനികളുടെ പ്രസംഗ രീതിയാണ് ഈ റോമാലേഖനത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. വാദപ്രതിപാദ രീതിയിലുള്ള സാഹിത്യ രചനയാണത്. അപ്പോൾ ഇത് ഗ്രീക്ക് തത്വജ്ഞാനികളുടെ ഒരു ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെ എഴുത്ത് രീതിയാണിത്. അതേ രീതിയിൽ തന്നെയാണ് റോമാലേഖനം പൗലോസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ റോമാലേഖനം ഗ്രീക്കിൽ എഴുതിയ ഈ ലേഖനം വളരെ വിലപ്പെട്ടതാണ് ഗ്രേക്കരുടെ ഇടയിൽ. അപ്പോൾ ആ രീതിയിലാണ് അത് ആ ചോദ്യമാണ് ഇവിടെ ഈ 31-ാമത്തെ ചോദ്യം നോക്കുക. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നവോ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉത്തരം പറയുകയാണ്, ഒരു നാളുമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിശദീകരണം പറയുകയാണ് താഴോട്ട്. ആ രീതിയാണ് ഈ റോമാലേഖനം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. അനേക ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു, പിന്നെ അതിൻ്റെ ഉത്തരം പറയുന്നു. ആ രീതിയാണ്. അപ്പോൾ ഇവിടെ മനുഷ്യൻ പാപിയാണെന്നും അവന് സ്വയമായിട്ട് അവൻ്റെ പാപത്തിൽ നിന്ന് ഒരു കാലത്ത് നീതീകരണം ലഭിക്കുന്നതല്ല എന്നും ആണ് പൗലോസ് പറഞ്ഞു വരുന്നത് ഈ ലേഖനത്തിലൂടെ. അപ്പോൾ പാപിയായ മനുഷ്യൻ മരണത്തിന് ഏതായാലും യോഗ്യനാണ്. പാപം ചെയ്യുന്ന മനുഷ്യൻ മരിക്കും എന്നാണല്ലോ നാം തിരുവെഴുത്തിൽ കാണുന്നത്. അതുകൊണ്ട് ആ മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യന് സ്വയം നീതീകരണം പ്രാപിക്കുവാൻ കഴിയാത്തിടത്തോളം കാലം മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ദൈവം തന്നെ ഒരു മാർഗം ഉണ്ടാക്കിയെങ്കിലേ മതിയാകുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നീതീകരണം ദൈവം തന്നെ ചെയ്തു കൊടുത്തെങ്കിലേ മതിയാകുകയുള്ളൂ. ദൈവം തന്നെ അവനെ നീതീകരിച്ചെങ്കിലേ അവൻ നീതീകരണം പ്രാപിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് കൃപയാലുള്ള നീതീകരണം എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ്. ഒന്ന് അബ്രഹാം, മറ്റൊന്ന് ദാവീദ്. ദൈവം ഈ രണ്ടു പേരോടും നിയമങ്ങൾ ചെയ്തിട്ടുണ്ട്. അബ്രഹാമ്യ നിയമം നമുക്ക് കാണാൻ കഴിയും ഉൽപ്പത്തി പുസ്തകത്തിൽ. അതുപോലെ ദാവീദിനോട് ദൈവം ചെയ്ത നിയമം അതും നമുക്ക് കാണാനായിട്ട് കഴിയും. ദാവീദിനോടുള്ള നിയമം അവൻ്റെ സിംഹാസനം എന്നും എന്നേക്കും സ്ഥിരമായിരിക്കും എന്നുള്ളതായിരുന്നു. അബ്രഹാമിനോടുള്ള നിയമം നിന്റെ സന്തതി മൂലം ലോകത്തിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നതായിരുന്നു. അപ്പം ഈ രണ്ടു പേരോടും പ്രത്യേകാൽ ചെയ്ത ഈ വാഗ്ദത്തം അത് നിമിത്തം ഇസ്രായേലിൻ്റെ മധ്യേ അബ്രഹാമും ദാവീദും ഒക്കെ വളരെ പ്രശസ്തരാണ്. അവരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പഴയ നിയമത്തിൽ എഴുതിയിട്ടുള്ളതും. അപ്പോൾ ഇവിടെ ഈ രണ്ട് വ്യക്തികൾ, അതായത് ഒന്ന് അബ്രഹാം അതുപോലെ തന്നെ ദാവീദും, രണ്ട് പേരോടും ദൈവം ചെയ്തിരിക്കുന്ന നിയമവും അതുപോലെ തന്നെ അവർക്ക് ലഭിച്ച നീതീകരണവും വിഷയമാക്കിയാണ് 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. അവിടെ വിശ്വാസത്താലാണ് ഇവർ രണ്ടുപേരും നീതീകരിക്കപ്പെട്ടതെന്ന് പറയുകയാണ്. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. അതുപോലെ തന്നെ ദാവീദും നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. അപ്പോൾ ആ കാര്യമാണ് ഇനി 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ പൗലോസ് വിവരിച്ച് പറയുന്നത്. എങ്ങനെ അവർ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചും ജാതികളെ സംബന്ധിച്ചും ഏറ്റവും ദൈവം ആദരിക്കുന്ന രണ്ട് വ്യക്തികൾ തന്നെ അവരെങ്ങനെ നീതീകരിക്കപ്പെട്ടു എന്ന് തെളിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയുന്നു. അവിടെ നോക്കുക, ആ വാക്യം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യം ചോദിച്ചിട്ട് പിന്നെ അതിൻ്റെ ഉത്തരം പറയുകയാണ്. അതാണ് ഈ കാറ്റക്കിസം എന്ന് പറഞ്ഞാൽ. ആ രീതിയിൽ ആണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ഈ തത്വജ്ഞാനികളിൽ വെച്ച് ഏറ്റവും വലിയ ആളായിരുന്നു സീനോ. അയാൾ എഴുതിയിട്ടുള്ള എഴുത്തുകളെക്കാളും
വിലമതിക്കപ്പെട്ടതാണ് പൗലോസ് എഴുതിയ ഈ റോമാലേഖനം എന്നാണ് പല തത്വജ്ഞാനികൾ തന്നെ പറയുന്നത്. കാരണം പൗലോസിൻ്റെ ലേഖനത്തിൻ്റെ പ്രൗഢതയും ഗാംഭീര്യവും അത് അത്ര വിലപ്പെട്ടതാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും സാഹിത്യപരമായിട്ടുള്ളതും അതുപോലെ ആദരിക്കത്തക്കതുമായ ഒരു എഴുത്താണ് റോമാലേഖനം. അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് പൗലോസ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇവിടെ ചോദിക്കുകയാണ്, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം എന്ത് പ്രാപിച്ചു, നാം എന്ത് പറയുന്നു അതിനെക്കുറിച്ച് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത് ഇവിടെ പറയുന്നത്, അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്നുള്ള ചോദ്യമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവിടെ എന്താണ്, യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ വംശാവലി അത് അബ്രഹാം തൊട്ട് അബ്രഹാമിന് അപ്പുറത്തോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനെ സംബന്ധിച്ച് യഹൂദനെ സംബന്ധിച്ച് അവരുടെ തുടക്കം, ആരംഭം അത് അബ്രഹാമിൽ നിന്നാണ്. അബ്രഹാമിന് മുമ്പുള്ളവരെ അവർക്ക് പരിചയമില്ല. അവർ തുടങ്ങുന്നത് തന്നെ അബ്രഹാമിൽ നിന്നാണ്. അവർ അബ്രഹാമിൻ്റെ സന്തതികളാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം അബ്രഹാമിൽ നിന്നാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ. അപ്പോൾ അതിനു മുമ്പുള്ളവരെക്കുറിച്ച് അവർക്കൊരു ചിന്തയും ഇല്ല. എന്നാൽ അവരുടെ ആരംഭകാരണനായ ആ പിതാവ് അബ്രഹാം, അവന് എങ്ങനെ നീതീകരിക്കപ്പെട്ടു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇസ്രായേലിനെ കുറിച്ച് നാം വായിക്കുന്നത്, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എന്നാണ് അവരെ വിളിക്കുന്നത്. ഇസ്രായേലിനെ വിളിക്കുന്നത് നീതിയെ പിന്തുടരുന്നവരെ. അതുപോലെ തന്നെ അവരെക്കുറിച്ച് പറയുന്നത് യഹോവയെ അന്വേഷിക്കുന്നവരെ എന്നാണ്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുവീൻ. എന്താണ് കേൾക്കേണ്ടത്? പ്രവാചകൻ പറയുന്നത്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞ് നോക്കുവീൻ. അവര് തിരിഞ്ഞു നോക്കിയാൽ അവർക്ക് തിരിഞ്ഞു നോക്കുവാൻ കഴിയുന്നതിൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അബ്രഹാമാണ്. അവിടേക്ക് തിരിഞ്ഞു നോക്കുവാനാണ് ഇവിടെ പറയുന്നത്. യെശയ്യാ പ്രവചനത്തിൽ 51 അധ്യായം 1-2 വാക്യങ്ങളാണിത്. അവിടെ യെശയ്യാവ് ഇസ്രായേലിനോട് പറയുകയാണ്, അല്ലയോ യഹോവയെ അന്വേഷിക്കുന്നവരെ, അതുപോലെ തന്നെ നീതിയെ പിന്തുടരുന്നവരെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ തിരിഞ്ഞു നോക്ക്, നിങ്ങളുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന്. അതായത് നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനി ഗർഭത്തിലേക്കും നിങ്ങൾ തിരിഞ്ഞ് നോക്കുവീൻ. അവിടെ അടുത്ത വാക്യമാണ്. എവിടെയാണ് അവിടെ? നിങ്ങളുടെ പിതാവായ, അതായത് നിങ്ങളെ വെട്ടിയെടുത്ത പാറയായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച ഖനിഗർഭമായ സാറയിലേക്കും തിരിഞ്ഞു നോക്കുവീൻ എന്നാണ് പറയുന്നത്. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യെശയ്യാ ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞു നോക്കുക, നിങ്ങളുടെ ഉത്ഭവം എവിടെ നിന്നാണ്, നിങ്ങളെ എവിടെ നിന്നാണ് വെട്ടിയെടുത്തിരിക്കുന്നത്, നിങ്ങളുടെ ഖനിഗർഭം എവിടെയാണ്, അവിടേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. അതായത് നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും മാതാവായ സാറയിലേക്കും നിങ്ങൾ തിരിഞ്ഞ് നോക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പുതിയ നിയമ വിശ്വാസികളെ വെട്ടിയെടുത്തത് അവിടുന്നല്ല. ചിലരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ചിലപ്പം പ്രസംഗിക്കാറുമൊക്കെ ഉണ്ട്. എന്താണ്, നമ്മെ വെട്ടിയിട്ടിരിക്കുന്ന പാറയിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. അപ്പോൾ അവിടെ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് മാത്രം പറയുന്ന വാക്കാണ്, വാക്യമാണത്. അതായത് അവരെ വെട്ടിയെടുത്തത് അബ്രഹാമിൽ നിന്നാണ്. അവർ അബ്രഹാമ്യ സന്തതികളാണ്. പുതിയ നിയമ വിശ്വാസികളെ കുറിച്ചല്ല പറയുന്നത്. ഇവിടുത്തെ ചോദ്യം, ഈ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാം, നിങ്ങളുടെ ആദികാരണനായ അബ്രഹാം, ആ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അത് ജഡപ്രകാരം പ്രാപിച്ചതിനെക്കുറിച്ച് പറഞ്ഞാൽ അബ്രഹാം ജഡപ്രകാരം എന്താണ് പ്രാപിച്ചതെന്ന് പറയണമെങ്കിൽ, ദൈവസന്നദ്ധിയിൽ പറയുകയാണെങ്കിൽ അബ്രഹാമിന് ലജ്ജിക്കാൻ മാത്രമേ വകയുള്ളൂ. കാരണം
ഹാഗറിന്റെ കഥയും ഇസ്മായിലിന്റെ ജനനവും ഒക്കെ നമുക്കറിയാം. അത് തിരിഞ്ഞു നോക്കിയാൽ ലജ്ജിപ്പാൻ മാത്രമേ അബ്രഹാമിന് വകയുള്ളൂ. ഹാഗറിനെയും ഇസ്മായിലിനും ഒടുക്കം അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് അവരെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്. അബ്രഹാം വളരെ ദുഃഖത്തോടു കൂടിയാണ് ചെയ്തത്. അബ്രഹാം ഒരിക്കലും അങ്ങനെ ചെയ്യുമായിരുന്നില്ല. പക്ഷെ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടു, പ്രത്യക്ഷനായി. നിന്റെ ഭാര്യ സാറ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അബ്രഹാം അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ കാര്യം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്നുള്ള ചോദ്യത്തിന് ജഡപ്രകാരം പ്രാപിച്ചതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാലും പറഞ്ഞാലും അബ്രഹാമിന് ദൈവസന്നിധിയിൽ ഒന്നും പറയുവാനില്ല, ലജ്ജിപ്പാനേ വകയുള്ളൂ. എന്നാൽ വാഗ്ദത്തപ്രകാരം ഉണ്ടായവരിൽ മാത്രമാണ് അബ്രഹാമിന് പ്രശംസിക്കുവാനായിട്ട് ഉള്ളത്. ജഡത്തിൽ ഉള്ള പ്രശംസ എന്ന് പറയുന്നത് ഇവിടെ ഒന്നുമില്ല അബ്രഹാമിനെ സംബന്ധിച്ച്. എന്താണെന്ന് ചോദിച്ചാൽ, ക്ഷാമം വന്നപ്പോൾ അബ്രഹാം ദൈവത്തിൽ ആശ്രയിക്കാതെ മിശ്രൈമിനെ ആശ്രയിച്ച് അബ്രഹാം മിശ്രൈമിലേക്ക് ഇറങ്ങിപ്പോയതായിട്ട് നാം കാണുന്നുണ്ട്. ഏകദേശം അബ്രഹാം മിശ്രൈമിൽ പോയി അവിടെ നിന്നാണ് ഈ ഹാഗറിനെയൊക്കെ കൊണ്ടുവന്നത് എന്ന് നമുക്ക് അറിയാം. അപ്പം അവൻ്റെ ഇറങ്ങിപ്പോക്കായിരുന്നു അവിടെ. അവൻ ദൈവത്തിൽ ആശ്രയിക്കാതെ പിന്മാറ്റത്തിലേക്ക് പോയ അവസ്ഥയായിരുന്നു. അങ്ങനെ ഹാഗറിനെ സ്വീകരിച്ചത് മുതൽ ഇസ്മായേലിനെ 13 വയസ്സ് ആകുന്നത് വരെയുള്ള ആ 15 വർഷം അബ്രഹാമും ദൈവവുമായിട്ട് ഒരു ഇടപാടുമില്ല, ഒരു പ്രത്യക്ഷതയുമില്ല, ഒരു അരുളപ്പാടുകളും ലഭിച്ചിട്ടില്ല. അത് ഒരു പിന്മാറ്റ അവസ്ഥയായിരുന്നു. ദൈവം അബ്രഹാമിനോട് ഈ കാലയളവിൽ സംസാരിച്ചിട്ടേ ഇല്ല. ജഡപ്രകാരം അബ്രഹാം പ്രാപിച്ചതിൽ പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല. 2-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതി ഉണ്ട്, ദൈവസന്നദ്ധിയിൽ ഇല്ലതാനും. ഭൗമികമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിലും അത് ദൈവസന്നദ്ധിയിൽ പറയാൻ പറ്റുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ തൻ്റെ പ്രവൃത്തിയിൽ പ്രശംസിക്കുന്നു എങ്കിൽ അത്, അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തിയാൽ നീതിമാൻ എന്ന് പറയുന്നു എങ്കിൽ അത് അവൻ്റെ പ്രശംസയാണ്. അവന് ദൈവസന്നദ്ധിയിൽ അത് പറയാൻ പറ്റുകയില്ല. മനുഷ്യൻ സ്വയം പ്രശംസിക്കാനും മനുഷ്യന് മനുഷ്യൻ്റെ മുമ്പിൽ പ്രശംസിക്കാനും മാത്രമേ കഴിയുകയുള്ളൂ. ദൈവസന്നദ്ധിയിൽ അതൊന്നും പറയുവാനായിട്ട് സാധിക്കുന്നതല്ല. അബ്രഹാം നീതീകരിക്കപ്പെടുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രവർത്തിച്ചാലും ശരി, അത് ദൈവസന്നദ്ധിയിൽ ഒരു നല്ല പ്രവൃത്തിയായിട്ട് ദൈവം കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. നീതീകരണത്തിന് ശേഷമുള്ള പ്രവൃത്തികളെ മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ, കണക്കിടുന്നുള്ളൂ. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എന്ന് യാക്കോബ് പറയുന്നുണ്ട്, ഉദാഹരണം സഹിതം. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അബ്രഹാം, ഇവിടെ വായിക്കുന്നത് അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എന്നാണ്. നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. യാക്കോബ് 2:21. അപ്പോൾ അവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണുന്നത് അബ്രഹാം പ്രവൃത്തിയാലാ നീതീകരിക്കപ്പെട്ടതെന്നാണ്. നാം ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം, അബ്രഹാം ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിക്കുന്നതിന് മുമ്പേ ആ ഇസഹാക്ക് അവനെ അർപ്പിക്കുന്നതിന് മുമ്പ് പോരാ, ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പേ അതും പോരാ, അബ്രഹാം ഒരു അഗ്രചർമ്മിയായി ഇരിക്കുമ്പോൾ തന്നെ ദൈവം അവനോട് പറഞ്ഞത്, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകും എന്നാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. അതേ വിധം തന്നെ അബ്രഹാം ആ കാര്യം വിശ്വസിച്ചു. എന്നാണ് അബ്രഹാം വിശ്വസിച്ചത്? ഇസഹാക്കിനെ യാഗപീഠത്തിൽ കൊണ്ട് കടത്തിയപ്പെടാമെന്നോ? അല്ല. ഇസഹാക്ക് ഉണ്ടാകുമെന്ന് പറയുന്നതിന് മുമ്പേ അഗ്രചർമ്മത്തിലായിരുന്നപ്പോൾ തന്നെ അവന് ഇവിടെ ഹാരാനിൽ നിന്നവന് അതായത് മെസോപ്പൊട്ടോമിയയിൽ നിന്നും ഹാരാനിലേക്ക് പോയി അവിടെ 5 വർഷം പാർത്തു.
അവിടെ നിന്ന് പിന്നെ കനാൻ ദേശത്തേക്ക് വന്നു. കനാനിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് ദൈവം പറഞ്ഞത്, നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ സന്തതി മുഖാന്തരം. അഗ്രചർമ്മത്തിലായിരിക്കുമ്പോൾ തന്നെ അബ്രഹാമിനോട് ദൈവം അന്നേ പറഞ്ഞതാണ്. 15:6 വാക്യത്തിൽ കാണാം. അബ്രഹാമിന്റെ ആ വിശ്വാസമാണ് ദൈവം നീതിയായി കണക്കിട്ടത്. ഉൽപ്പത്തി 15:6. അല്ലാതെ പിന്നീട് ബാലനായ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ പോയ അവസരമല്ല ദൈവം അവനെ നീതിമാനായിട്ട് കണക്കിട്ടത്. ആ വിശ്വാസത്തിന്റെ, അബ്രഹാമിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ആ അടയാളമായിട്ടാണ് ദൈവം അബ്രഹാമിന് പരിച്ഛേദന എന്ന നിയമം നൽകിയത്. അത് 13 വയസ്സുള്ള ഇസ്മായിലിനോടൊപ്പം അബ്രഹാമും പരിച്ഛേദനയേറ്റു എന്ന് നാം കാണുന്നുണ്ട്. അബ്രഹാം ഇസാക്കിനാൽ അബ്രഹാം അതിനുശേഷം നാം 14 അധ്യായത്തിൽ വരുമ്പോൾ ഉൽപ്പത്തി 14 അബ്രഹാം മെൽക്കീസദേക്കിനാൽ അനുഗ്രഹം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മെൽക്കീസദേക്ക് അവനെ അനുഗ്രഹിച്ച ശേഷം 15 അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് പിന്നെയും അബ്രഹാം വിശ്വസിക്കുകയും ആ വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് നാം കാണുന്നത്. ഈ കാര്യം ഉൽപ്പത്തി 15:6 വാക്യം, അത് റോമാലേഖനം 4:3 നാം കാണുന്നുണ്ട്. അതിനോട് ചേർത്ത് യാക്കോബ് 2:23 ചേർത്ത് വെച്ച് വായിച്ചാൽ കാര്യം മനസ്സിലാകും. അബ്രഹാമിന്റെ വിശ്വാസം അവനെ യാഗപീഠത്തിൽ കൊണ്ട് കിടത്തിയപ്പോഴല്ലായിരുന്നു, അതിനു മുമ്പ് തന്നെ അവൻ നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അവനെ നീതീകരിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നാണ്. അല്ലാതെ 22 അധ്യായത്തിൽ വരുമ്പോൾ അല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്, അതിന് മുമ്പ് തന്നെ നീതീകരിക്കപ്പെട്ടിരുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഇപ്പോൾ ഈ സമയത്ത് ഞാൻ പരാമർശിക്കുന്നില്ല. അത് വേറെ അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജഡത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ഒരിക്കലും നീതീകരിക്കപ്പെടുന്നതല്ല. യാതൊരു ജഡത്തിൻ്റെയും പ്രവൃത്തി വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് അബ്രഹാം ഒരു അഗ്രചർമ്മിയായിരുന്നു, പരിച്ഛേദന ഏറ്റിട്ടില്ല. പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പേ ആയിരുന്നു അവന് ഈ വിശ്വാസത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവം അവനെ നീതീകരിക്കുകയും ചെയ്തത് അവൻ അഗ്രചർമ്മത്തിലായിരുന്നപ്പോഴായിരുന്നു. അപ്പോൾ ന്യായപ്രമാണം ആ കാലത്തില്ല. ന്യായപ്രമാണം പിന്നീട് മോശയുടെ കാലത്താണ് ഉണ്ടായത്. 1400 ഉണ്ടായത്. അബ്രഹാമിന്റെ കാലം കഴിഞ്ഞ് 600 വർഷങ്ങൾക്ക് ശേഷമാണ് ന്യായപ്രമാണം ഉണ്ടാകുന്നത്. അപ്പോൾ ന്യായപ്രമാണം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലത്താണ് അബ്രഹാം ജീവിച്ചിരുന്നത്. അന്ന് അബ്രഹാം അഗ്രചർമ്മിയായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലാണ് അബ്രഹാമിന്റെ വിശ്വാസം മൂലം ദൈവം അവനെ നീതിമാനായിട്ട് കണക്കിട്ടത്. അത് കാണിക്കുന്ന എന്താണ്? ജാതികളായിരിക്കുന്ന നമുക്കും അഗ്രചർമ്മികളായിരിക്കുന്ന ജാതികൾക്കും ന്യായപ്രമാണം അറിയാത്ത ജാതികൾക്കും ന്യായപ്രമാണം കൂടാതെ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരിക്കുന്ന ദൈവം ഉണ്ട്. നമ്മെയും ദൈവം നീതീകരിക്കുന്നത് ഈ ന്യായപ്രമാണം കൂടാതെയാണ്. അതുപോലെ തന്നെ അഗ്രചർമ്മികളായിരിക്കുന്ന ജാതികളെ ദൈവം നീതീകരിക്കുന്നു. യഹൂദനെ നീതീകരിക്കുന്നത് പോലെ തന്നെ ജാതികളെയും ദൈവം നീതീകരിക്കുന്നു. അതിന് ന്യായപ്രമാണത്തിലെ ആ നിബന്ധനകളോ അതിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളോ ഒന്നും ബാധകമല്ല. ന്യായപ്രമാണം കൂടാതെ ആണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. അവൻ അഗ്രചർമ്മത്തിലായിരുന്നപ്പോഴാണ് നീതീകരിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏത് ജാതിക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാം എന്നാണ് ഇവിടെ പൗലോസ് തെളിയിക്കുന്നത്. 3 വാക്യത്തില് തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നു തന്നെ. അതാണ് തിരുവെഴുത്ത് പറയുന്നത്.
വേറെ നിബന്ധനയൊന്നുമില്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. തിരുവെഴുത്ത് എന്ത് പറയുന്നു ചോദ്യമാണ് അവിടെ. തിരുവെഴുത്ത് പറയുന്നതാണ് ശരി. ഇന്ന് അനേക ആളുകൾ ഞങ്ങളുടെ അനുഭവം ഇതാണ്, ഞങ്ങളുടെ പ്രാക്ടീസ് ഇതാണ്, ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നടന്നു വരുന്നത്, അല്ലെങ്കിൽ പണ്ട് ചിലർ അങ്ങനെ നടന്നത്, അത് കണ്ടാണ് ഞങ്ങൾ നടക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല, ഒരു കാര്യവുമില്ല. തിരുവെഴുത്ത് എന്ത് പറയുന്നു അതാണ് ചോദ്യം അവിടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ ആണെങ്കിൽ ശരിയാണ്, തിരുവെഴുത്ത് പറയുന്നതാണ് ശരി, അല്ലാത്തതൊന്നും ശരിയല്ല. ആരുടെയും സ്വപ്നം ശരിയല്ല, ആരുടെയും വെളിപ്പാട് ശരിയല്ല, ആരുടെയും തോന്നലുകളൊന്നും ശരിയല്ല. ഇതൊക്കെ ഞങ്ങളുടെ അനുഭവമാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. തിരുവെഴുത്തെന്ത് പറയുന്നു അതാണ് ശരി. അപ്പൊ ഇവിടെ പൗലോസോട് ചോദിക്കുകയാണ്, തിരുവെഴുത്തെന്ത് പറയുന്നു? തിരുവെഴുത്ത് പറയുന്നതാണ് ശരി. മറ്റ് ജഡത്തിന്റെ പ്രവൃത്തികളോ മനുഷ്യന്റെ അനുഭവങ്ങളോ അവന്റെ ചിന്താഗതികളോ ദർശനമോ ഒന്നുമല്ല, അതൊന്നുമല്ല ശരി. ശരി ഒന്നേ ഉള്ളൂ, അത് തിരുവെഴുത്തിൽ ദൈവവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് നാം അന്വേഷിക്കേണ്ടത്. അത് മാത്രമാണ് ശരി. മറ്റ് ഒന്നിനും ഒരു അതോറിറ്റിയും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവവചനം അത് ദൈവം സംസാരിച്ചതാണ് ദൈവവചനം എന്ന് പറയും. അതുകൊണ്ടാണല്ലോ അതിന് ദൈവവചനം എന്ന് പേരിട്ടിരിക്കുന്നത്. ദൈവവചനം, ദൈവം സംസാരിച്ച വചനമാണത്. ആ ദൈവവചനം എന്ത് പറയുന്നു അതാണ് ശരി. അതുകൊണ്ടാണ് ഈ ലേഖനത്തിൽ പൗലോസ് പഴയ നിയമത്തിൽ നിന്നും, റോമാലേഖനത്തിൽ പൗലോസ് പഴയ നിയമത്തിൽ നിന്നും 60 ഉദ്ധരണികൾ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെയധികം ഉദ്ധരണികൾ എടുത്തിട്ടുള്ളത് റോമാലേഖനത്തിലാണ്. അവിടെ 60 ഉദ്ധരണികൾ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? അവിടെ റോമാലേഖനത്തിൽ പറയുന്ന സത്യങ്ങളെ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് പൗലോസ് പഴയ നിയമത്തിൽ തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് കാണിക്കാൻ, വായനക്കാരന്റെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ, അവര് തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് റോമാലേഖനത്തിൽ ഇത്രയധികം വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും ഉദ്ധരിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും 4-5 വാക്യങ്ങൾ നോക്കുക. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഇത് ഒരു സാധാരണ നിയമമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ കൂലി കിട്ടും. പ്രവൃത്തിക്ക് കൂലിയായിട്ടാണ് അതിന് കിട്ടുന്നത്, അല്ലാതെ ഫ്രീ ആയിട്ടല്ല. വൈകുന്നേരം വരെ ഒരാൾ ജോലി ചെയ്തേച്ച് വൈകുന്നേരത്ത് കയറി വരുമ്പോൾ യജമാനൻ പറയും, എന്നാ ഇത് നിനക്ക് ഫ്രീ ആയിട്ടിരിക്കട്ടെന്നും പറഞ്ഞ് പൈസ കൊടുക്കുന്നതല്ല. അവൻ കഠിനാധ്വാനം ചെയ്ത് വേർപ്പൊള്ളിക്ക് കഠിനമായിട്ട് അധ്വാനം ചെയ്തതിന് കിട്ടുന്ന കൂലിയായത്, അല്ലാതെ വെറുതെ കിട്ടുന്നതല്ലത്. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രവർത്തിക്കുന്നവന് കൂലി ലഭിക്കുന്നത് അവന് കൂലിയായിട്ടാണ് കിട്ടുന്നത്. അത് ഫ്രീ അല്ല, അത് കൂലിയായിട്ട് അവന് കിട്ടുകയാണ്, കൃപയായിട്ടല്ല, അത് കടമായിട്ടാണ്. എന്നാൽ പ്രവർത്തിക്കാത്തവനോ അവന് കിട്ടുന്നത് കൃപയാണ്, അവന് കിട്ടുന്നത് ഫ്രീ ആണ്, അവന് കിട്ടുന്നത് ദാനമാണ്. അവനൊന്നും പ്രവർത്തിക്കുന്നില്ല, വെറുതെ വരികയാണ്. വെറുതെ വരുന്ന ഒരുത്തൻ ഇതിരിക്കട്ടെ നിനക്ക് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഫ്രീ ആണ്, അത് ദയ കാണിച്ചിരിക്കുകയാണ്, കൃപ കാണിച്ചിരിക്കുകയാണ്. അതുപോലെയാണ് നീതീകരണം എന്നിവിടെ പറയുകയാണ്. നീതീകരണം എന്ന് പറയുന്നത് നീ എന്തെങ്കിലും ചെയ്തതിന് നിനക്ക് കൂലിയായിട്ട് തന്നതല്ല. കാരണം നീ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിച്ച് നീതീകരിക്കാൻ കഴിയുന്നതുമല്ല. പിന്നെ ദൈവം നീതീകരിക്കുന്നത്, ഇവിടെ പറയുന്നത് ദൈവം നീതീകരിക്കാൻ പോകുന്നത് ആരെ ആയാലും, അബ്രഹാമിനെ ആയാലും ദാവീദിനെ ആയാലും ഏതൊരു മനുഷ്യനെ ആയാലും ദൈവം നീതീകരിക്കാൻ പോകുന്നത് അത് ദാനമായിട്ടാണ്, കൃപയായിട്ടാകുന്നു എന്നാണ്. അവിടെ ഇവിടെ പറയുന്നുണ്ടോ, അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ
അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഒരുവൻ അഭക്തനാണെങ്കിലും അവൻ്റെ പാപമോചനത്തിന് അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അവൻ്റെ വിശ്വാസത്തെ, ആ വിശ്വാസത്തെ ദൈവം അംഗീകരിച്ചുകൊണ്ട് അവനെ നീതിമാനായി കണക്കിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 15:6 വാക്യത്തിൽ നാം വായിക്കുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ആ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്നാണ്. അപ്പം അബ്രഹാം പ്രവർത്തിച്ചിട്ടല്ല, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ആ വിശ്വാസമാണ് അവന് നീതിയായിട്ട് കണക്കിട്ടത്. യാതൊരു പ്രവൃത്തിയും നീതിയായി കണക്കിടുവാൻ കഴിയുകയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജഡത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും, അത് എത്ര നല്ല പ്രവൃത്തിയാണെങ്കിലും ആ എല്ലാ പ്രവൃത്തികളും ദൈവം ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ, ദൈവത്തിൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ടത് നോക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തിയിൽ കുറവുകളുണ്ട്. അവൻ്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് മനുഷ്യന്റെ സകല സൽപ്രവൃത്തികളും ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെ അത്രേ എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ആരും പ്രവർത്തിച്ച് നീതീകരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ന്യായപ്രമാണം കൊടുത്തത് കൊണ്ട്, അത് കൊടുത്തിട്ട് 430 വർഷം അവർ കർത്താവിൻ്റെ വരവ് വരെ, അതായത് മനുഷ്യാവതാരം എടുത്ത് ലോകത്തിൽ കർത്താവ് വരുന്നത് വരെ ഏതാണ്ട് 430 വർഷമാണ് ന്യായപ്രമാണം അവർ കൊണ്ടു നടന്നത്. 1430 വർഷം. അപ്പോൾ അത് തന്നെ അത്രയും വർഷം അവരാരും നീതീകരിക്കപ്പെട്ടിട്ടില്ല. 1400 വർഷം. എന്നാൽ ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് അബ്രഹാമിന് ദൈവം നീതീകരിച്ചത് ഈ ന്യായപ്രമാണത്തിലെ യാതൊരു പ്രവൃത്തി കൊണ്ടും അല്ല. കാരണം ന്യായപ്രമാണം എന്ത് പറയും എന്നുള്ളത് അബ്രഹാമിന് അറിയില്ല. അപ്പോൾ അഗ്രചർമ്മത്തിൽ വെച്ച് തന്നെ, ന്യായപ്രമാണം ഇല്ലാത്ത കാലത്ത് വെച്ച് തന്നെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് നീതീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി ദാവീദിന്റെ കാര്യമാണ് അടുത്തത് പറയാൻ പോകുന്നത്. അതിൻ്റെ 6 വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. എന്താണ്? ദാവീദ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ച വ്യക്തിയാണ്. അപ്പോൾ ന്യായപ്രമാണം ലഭിച്ചിട്ട് ഏതാണ്ട് 450 വർഷം കഴിഞ്ഞാണ് ദാവീദിന്റെ കാലമെന്ന് പറയുന്നത്. അതായത് BC 900 അനുബന്ധിച്ച് 1000-നും 900-നും ഇടയിലാണ് ദാവീദിന്റെ കാലം. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ദാവീദ് ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ന്യായപ്രമാണം അനുഷ്ഠിച്ച് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്ന ആ ദാവീദ് നീതീകരിക്കപ്പെടുന്നത് ന്യായപ്രമാണപ്രകാരമല്ല, ന്യായപ്രമാണത്തിന്റെ യാതൊരു പ്രവൃത്തി കൊണ്ടുമല്ല. ദാവീദ് നീതീകരിക്കപ്പെടുന്നതും എന്താണ്? പ്രവൃത്തി കൂടാതെ നീതി അവന് കണക്കിട്ടത് കൊണ്ടാണ്. അവന്റെ ഭാഗ്യവർണ്ണനയാണ് ഇവിടെ ദാവീദ് പറയുന്നത്. അപ്പോൾ ദാവീദ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചെങ്കിലും അവന്റെ പ്രവൃത്തി നിമിത്തമല്ല നീതീകരിക്കപ്പെട്ടത്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ അവൻ എങ്ങനെ നീതീകരിക്കപ്പെടും? ദാവീദിനെ ന്യായപ്രമാണം വെച്ച് ദാവീദിനെ നോക്കിയാൽ ദാവീദ് ഒരു വ്യഭിചാരിയാണ്, ദാവീദ് കൊലപാതകനാണ്, അനേകരെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ദാവീദ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ദാവീദിനെ നോക്കിയാൽ അനേക കുറ്റങ്ങൾ ദാവീദ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ മരണത്തിന് യോഗ്യനാണ്. എന്നാൽ പ്രവൃത്തി കൂടാതെ ദൈവം നീതീകരിക്കുന്ന മനുഷ്യന്റെ ഭാഗ്യവർണ്ണതയെക്കുറിച്ച് ദാവീദും പറയുന്നുവല്ലോ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ ദാവീദ് പറയുന്നത്? ദാവീദ് പറയുന്നത് 32-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം അധർമ്മം മോചിച്ച് പാപം മറച്ച്
കിട്ടിയ മനുഷ്യൻ. ദാവീദ് ചെയ്ത പാപത്തെക്കുറിച്ച് 2 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ കാണാം. ആ 12-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്. ദാവീദ് ചെയ്ത തൻ്റെ പാപത്തെക്കുറിച്ച് അവനോട് വിവരിച്ച് പറഞ്ഞു. അവിടെ വെച്ച് അവൻ അനുതപിച്ചു. ആ അനുതാപത്തിന് ശേഷം ദാവീദ് പറയുകയാണ് 34-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവിടെ ദാവീദ് തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പറയുന്ന വാക്കുകളാണ്. അവിടെ ദൈവത്തോട് ദാവീദ് പറയുകയാണ്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല. ഞാൻ ചെയ്ത പാപത്തിന് പകരം ഒരു ഹനനയാഗം തരാമെന്ന് വെച്ചാൽ അത് നീ ഇച്ഛിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. സങ്കീർത്തനം 51-ന്റെ 16-17. ഇങ്ങനെ ദാവീദിൻ്റെ ആ കുറ്റസമ്മതത്തിന്, കൺഫെഷന് ശേഷമാണ് ദൈവം അവനോട് ക്ഷമിച്ചത്. അവൻ്റെ അവൻ ദുഷ്പ്രവൃത്തി ചെയ്ത അവനോട് ക്ഷമിച്ചത് അവൻ്റെ തകർന്നും ഹൃദയത്തിൽ നിന്ന് അവൻ ഏറ്റുപറഞ്ഞ് ക്ഷമിക്കണമെന്ന് ഏറ്റുപറയുമ്പോഴാണ് ദൈവം അവനോട് ക്ഷമിച്ചത്. യാഗങ്ങൾ കൊണ്ടല്ല, ന്യായപ്രമാണം കൊണ്ടുമല്ല. ദാവീദിൻ്റെ പാപം മറച്ചു കിട്ടിയത് അത് ഹൃദയനുറുക്കം കൊണ്ടാണ് എന്ന് നമുക്ക് ഇവിടെ കാണാം. കർത്താവ് പറയുന്നത് എന്താണ്? അവിടെ 8-ാം വാക്യത്തില്, റോമർ 4:8, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ പാപം ചെയ്തു എങ്കിലും ആ പാപത്തെ കണക്കിടാതിരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അത് കർത്താവ് പാപം കണക്കിടാതെ വിട്ടാൽ അവനാണ് ഭാഗ്യവാൻ. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് എന്താണ് പറഞ്ഞത്? ഒരു കഥ പറഞ്ഞു. നീ ഒരിടത്തൊരു ധനവാനും ഒരു ദരിദ്രനും ഉണ്ടായിരുന്നു. ധനവാന് ധാരാളം ആടുകളുണ്ട്, ദരിദ്രന് ഒരു പെണ്ണാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധനവാന്റെ വീട്ടില് ഒരു വഴിപോക്കൻ വന്നു. അപ്പോൾ ധനവാൻ ചെന്ന ദരിദ്രന്റെ പെണ്ണാട്ടിൻകുട്ടിയെ പിടിച്ച് പാകം ചെയ്ത് അവന് കൊടുത്തു. അപ്പോൾ ദാവീദിന്റെ കോപം ജ്വലിച്ചു എന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ ആ ധനവാന്റെ നേരെ ദാവീദിന്റെ കോപം ജ്വലിച്ചു. ദാവീദ് പറഞ്ഞു, അവൻ കനിവില്ലാതെ ചെയ്ത ഈ കാര്യം നിമിത്തം 4 ഇരട്ടി പകരം കൊടുക്കണം. പിന്നെയോ അവൻ മരണയോഗ്യൻ. 2 കാര്യങ്ങൾ പറഞ്ഞു. 1, അവൻ മരണയോഗ്യൻ. 2, അവൻ ചെയ്തതിന് 4 ഇരട്ടി പകരം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ 2 ശമൂവേൽ 12-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാം. അപ്പോൾ നാഥാൻ പറഞ്ഞത് എന്താണ്? ഉടനെ ആ മനുഷ്യൻ നീ തന്നെ, മരണയോഗ്യനായ മനുഷ്യൻ നീ തന്നെ, 4 ഇരട്ടി പകരം ചെയ്യേണ്ടത്, തിരിച്ചു കൊടുക്കേണ്ടത് നീ തന്നെ എന്ന് പറഞ്ഞു. നമുക്കറിയാം ദാവീദിന്റെ ചരിത്രം, പിന്നെ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. ദാവീദിന്റെ 4 മക്കൾ, അവരെ മരണമടഞ്ഞത് നമുക്കറിയാം. ബേത്ശേബായുടെ ആദ്യം പ്രസവിച്ച കുട്ടി, 2 ദാവീദിന്റെ ആദ്യജാതൻ അമ്മോൻ, 3 അംശാലോം, 4 അദോനിയാവ്. ഇങ്ങനെ 4 മക്കളാണ് ദാവീദിന്റെ കൺമുമ്പിൽ വെച്ച് മരിക്കുന്നത്. അവർ കൊല്ലപ്പെടുകയായിരുന്നു. അപ്പോൾ ജഡത്തിൽ തന്നെ 4 ഇരട്ടി ദാവീദിന് കിട്ടി. ദാവീദ് 4 ഇരട്ടി പകരം കൊടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഹൃദയം നുറുങ്ങി, മനസ്സ് തകർന്ന് ദൈവത്തോട് ഏറ്റു പറഞ്ഞത് കൊണ്ട് നാഥാൻ പറഞ്ഞു, നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞു, നീ മരിക്കുകയില്ല. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. അതിന് നാഥാൻ, യഹോവ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. എങ്കിലും അവൻ നിന്നോട് 4 ഇരട്ടി പകരം ചെയ്യും എന്ന് പറഞ്ഞു.
അപ്പോൾ ദാവീദിന്റെ അധർമ്മം അത് മോചിച്ചും പാപം മറച്ചും കിട്ടി. അതിനാലാണ് അവൻ ഭാഗ്യവാൻ എന്ന് അവനവിടെ പറയുന്നത്. അപ്പം പാപം കണക്കിടാത്ത മനുഷ്യനാണ് ഭാഗ്യവാൻ. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു, 9-ാം വാക്യത്തില് ഈ ഭാഗ്യവർണ്ണന ചോദിക്കുകയാണ്. ഈ ഭാഗ്യവർണ്ണന പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനു കൂടെയോ? അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസത്താലുള്ള നീതീകരണം അത് സാർവത്രികമായിട്ട് ദൈവം ആ നീതീകരണത്തെ കാണുകയാണ് ചെയ്യുന്നത്. അതായത് ന്യായപ്രമാണം കൂടാതെ, പരിച്ഛേദന കൂടാതെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനെ ദൈവം നീതീകരിക്കുന്നു എന്നുള്ള ഒരു നിയമം. അതാണ് ആ ഭാഗ്യവർണ്ണന. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായ വിശ്വാസത്താലാണ് എന്നിവിടെ പറയുകയാണ്. ദാവീദ് നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദനയിൽ ഇരിക്കുന്ന, പരിച്ഛേദന ഏറ്റ ദാവീദ്, അവന് നീതീകരിക്കപ്പെട്ടതോ അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് നീതീകരിക്കപ്പെട്ടത്. എങ്ങനെ നീതീകരിക്കപ്പെട്ടു? അവന്റെ പാപം കർത്താവ് ക്ഷമിച്ചത് കൊണ്ട് അവൻ നീതീകരിക്കപ്പെട്ടു. അല്ലാതെ അവന് നീതീകരണം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ദൈവം സകല മനുഷ്യരോടും ചെയ്യുന്നത്. അതേത് ഭാഷ, വംശം, ജാതി, ഗോത്രം ഏതായിക്കൊള്ളട്ടെ, എല്ലാവരോടും ഇതൊന്നും നോക്കാതെ ജാതിമത ഭേദമന്യേ വിശ്വസിക്കുന്നവരെ ദൈവം നീതീകരിക്കുന്നു. അത് ഏത് കാലത്തും എന്നുള്ളതാണ്. അതായത് അവൻ ന്യായപ്രമാണ കാലത്താണോ, അതിനു മുമ്പാണോ, കൃപായുഗത്തിലാണോ, ഇനിയും കൃപായുഗം കഴിഞ്ഞാണോ, ഏത് കാലത്തായാലും ഒരു വ്യക്തിക്ക് നീതീകരണം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി അതിനെ ഒന്നുകൂടി തറപ്പിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. 10-ാം വാക്യത്തിൽ അവിടെ ചോദിക്കുകയാണ്, എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയാലോ അഗ്രചർമ്മത്താലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്താലുമല്ല. നോക്കുക, ഈ റോമാലേഖനം മുഴുവൻ ഇങ്ങനെ എഴുതുന്നത്. ഒരു ചോദ്യം ചോദിക്കും, പിന്നീട് അതിൻ്റെ ഉത്തരം പറയുകയാണ്, പിന്നീട് അത് തെളിയിക്കുകയാണ്. ഇതാണ് ഈ ലേഖനത്തിൻ്റെ പ്രത്യേകത. അപ്പം യാതൊരു നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല, പിന്നെ ന്യായപ്രമാണത്തിന് മുമ്പുണ്ടായിരുന്ന അബ്രഹാം നീതീകരിക്കപ്പെട്ടു. അത് വിശ്വാസത്താൽ മാത്രമാണ്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്ന ദാവീദ് നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തി കൊണ്ടല്ല, വിശ്വാസത്താലാണ് നീതീകരിച്ചത്. ഇന്ന് കൃപാകാലത്ത് ജീവിക്കുന്ന ഏതൊരു ജാതിയെയും ഏതൊരു യഹൂദനെയും ഒരുപോലെ വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവം നീതീകരിക്കുന്നു. എൻ്റെ നീതിമാൻ ജീവിക്കും, അല്ലാത്തവൻ ആരും ജീവിക്കുകയില്ല. എൻ്റെ നീതിമാൻ എന്ന് പറയുമ്പോൾ ദൈവം കൊടുത്ത നീതി, ദൈവം നീതീകരിച്ച വ്യക്തി, അവൻ മാത്രമാണ് ജീവിക്കുന്നവൻ, അല്ലാതെ ആരും ജീവിക്കുകയില്ല. അതാണ് റോമാലേഖനത്തിന്റെ ഹെഡിങ് ഞാൻ പറഞ്ഞല്ലോ. 1-ാം അധ്യായം 17-ാം വാക്യം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതാണ് റോമാലേഖനത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്, വിശ്വാസത്താലുള്ള നീതീകരണം. അപ്പോൾ ന്യായപ്രമാണം ഉള്ളിടത്തെല്ലാം ലംഘനമുണ്ട്. ന്യായപ്രമാണം കയ്യിലുണ്ടോ അവിടെ ഏതൊരു മനുഷ്യനും ലംഘനക്കാരനാണ്. കാരണം അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നീ ചെയ്യുന്നത് തെറ്റേ എന്ന് പറയുന്നതാണ് ഈ ന്യായപ്രമാണം. ന്യായപ്രമാണത്താൽ ഒരുത്തൻ ഞാൻ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യാമെന്നും പറഞ്ഞ് ചെയ്താൽ ഉടനെ പറയും അവിടെ നിർത്തുക, അത് തെറ്റാണെന്ന് പറയും. അവൻ കുനിഞ്ഞ് ഒരു കല്ലെടുക്കാൻ നോക്കുന്ന പറഞ്ഞാൽ കുനിയാൻ നേരത്ത് പറയും സ്റ്റോപ്പ്, അങ്ങനല്ല നീ നിൽക്കേണ്ടത്, അങ്ങനെ നിന്നല്ല എടുക്കേണ്ടത്, ഇങ്ങോട്ട് മാറി നേരെ നിൽക്ക്. അത് എടുക്കുമ്പോൾ വേറൊരു തെറ്റ്, അങ്ങനല്ല, സ്റ്റോപ്പ്, പിടിക്കരുത്, രുചിക്കരുത്, തുടരുത്, കാണരുത്, നോക്കരുത്. ഇതാണ് ന്യായപ്രമാണം. അനങ്ങാനൊക്കത്തില്ല, പിന്നെ എങ്ങനാ നീതീകരണം കിട്ടുന്നത്? ആ പ്രമാണത്തിന്റെ മുമ്പിൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞു വരുന്നത്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. കൃപാകാലത്ത് ഇന്നും
അന്നും ഇനി ഭാവിയിലും ഏതൊരു വ്യക്തിയും നീതീകരിക്കപ്പെടുന്നത് ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രമാണ്. ന്യായപ്രമാണം അതാണ് പറഞ്ഞത്, ലംഘനമുണ്ട് അവിടെ. അത് ന്യായപ്രമാണത്തിന്റെ ലംഘനത്താൽ ദൈവകോപമാണ് ഉണ്ടാകുന്നത്. അത് ലംഘനമുണ്ടായെന്നും ഉള്ള അർത്ഥമല്ല. ആ ലംഘനമുണ്ടാകുമ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ കോപമുണ്ടാകുകയാണ്. അതുകൊണ്ട് വാഗ്ദത്തത്തിന്റെ അവകാശം കൃപയാലാണ് ദൈവം ദാനം ചെയ്യുന്നത്. അതിൻ്റെ അവകാശം വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. ഇനി പഴയ നിയമത്തിൽ അനേക വാഗ്ദത്തങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. അനേക വാഗ്ദത്തങ്ങളുണ്ട്. പ്രത്യേകിച്ച് അബ്രഹാമിനോടും ദാവീദിനോടും ഒക്കെ അനേക വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തോട് പ്രത്യേകം വാഗ്ദത്തങ്ങൾ മോശ മുഖേന ചെയ്തിട്ടുണ്ട്. അനേക വാഗ്ദത്തങ്ങളുണ്ട് പഴയ നിയമത്തിൽ. പക്ഷേ ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെങ്കിൽ അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. അബ്രഹാമിന് വാഗ്ദത്തം ലഭിക്കണമെങ്കിൽ ആ വാഗ്ദത്തം യേശുക്രിസ്തുവിൽ കൂടി, വാഗ്ദത്ത സന്തതിയായ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. അതാണ് ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് പറഞ്ഞതിൻ്റെ സാരം, ഏതൊരു വ്യക്തിയും ദൈവം പറഞ്ഞ വാഗ്ദത്തം അവന് കിട്ടണമെങ്കിൽ ആദ്യം അവൻ യേശുക്രിസ്തുവിൽ വരണം. യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ ആ വാഗ്ദത്തം അവന് ലഭിക്കുകയുള്ളൂ. അത് യഹൂദനായാലും ശരി, ജാതിയായാലും ശരി. ദൈവം അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം എന്തുകൊണ്ട് ഇന്ന് വരെ ഇസ്രായേലിന് കിട്ടിയിട്ടില്ല? അതിന്റെ കാരണം ഇതാണ്: അവർ യേശുക്രിസ്തുവിനെ തേടി വന്നില്ല. ആ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ അവന്റെ അടുക്കൽ വരണം, അവനോട് അപേക്ഷിക്കണം. അവനിൽ കൂടി മാത്രമേ ദൈവം ചെയ്തിട്ടുള്ള ഏതൊരു വാഗ്ദത്തമായാലും ലഭിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിലെ വിശ്വാസം മൂലമത്രേ സകല വാഗ്ദത്തങ്ങളും നമുക്ക് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിൽ സകല വാഗ്ദത്തങ്ങളും ഉവ്വ് ഉവ്വ് എന്നത്രേ എന്നാണ് നാം വായിക്കുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തു അവൻ ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ അല്ല ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ്വ് എന്നത്രേ ഉള്ളൂ. 2 കൊരിന്ത്യർ 1:19-20 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ എത്രായിരം വാഗ്ദത്തങ്ങൾ ഉണ്ടായാലും ആ സകല വാഗ്ദത്തങ്ങളും യേശുക്രിസ്തുവിൽ ഉവ്വ് എന്നർത്ഥം. അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാതെ വേറെ വഴി പോയാൽ അത് ലഭിക്കുന്നതല്ല. ഞങ്ങൾക്ക് യഹോവ എല്ലാം തരുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ നോക്കിയിരുന്നാൽ ലഭിക്കുന്നതല്ല. ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ കൂടി അല്ലാതെ ഇസ്രായേലിന് യാതൊരു വാഗ്ദത്തങ്ങളും ലഭിക്കുന്നതല്ല എന്ന് ആണ് ഈ ലേഖനത്തിലൂടെ പൗലോസ് തെളിയിക്കുന്നത്. 11 മുതൽ 4-ാം അധ്യായം 11 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്, സമയമില്ലാത്തത് കൊണ്ട്. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ആ മൗലിക തത്വമാണ് അവിടെ പറഞ്ഞു വരുന്നത്, ഈ 11 മുതൽ 25 വരെയുള്ളത്. അതായത് വാഗ്ദത്തം പ്രാപിക്കുന്നത് പ്രവൃത്തിയാലല്ല, അത് വിശ്വാസത്താലാണ്. അബ്രഹാം പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെട്ടത്, വിശ്വാസത്താലാണ് എന്ന് തെളിയിക്കുന്നു. അതുപോലെ ആ അബ്രഹാമിന് അവൻ്റെ സന്തതിക്കും നൽകിയ വാഗ്ദത്തങ്ങൾ അത് പ്രാപിക്കുന്നതും പ്രവൃത്തിയാലല്ല, യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. പരിച്ഛേദന മുതലായ പ്രവൃത്തികൾ കൊണ്ടല്ല. പരിച്ഛേദന ഏൽക്കുന്നതിനു മുമ്പേ ദൈവം അബ്രഹാമിനെ നീതീകരിച്ചതുപോലെ പരിച്ഛേദന കൂടാതെയാണ്, ആ ന്യായപ്രമാണം കൂടാതെയാണ്, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രമാണ് ദൈവം സകല മനുഷ്യരെയും നീതീകരിക്കുന്നത്. ഈ കാര്യം തെളിയിക്കുവാനാണ് യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന 2 കൂട്ടരിൽ 2 ജാതികളിൽ നിന്നുമുണ്ട്, യഹൂദന്മാരിൽ നിന്നുമുണ്ട്. 2 കൂട്ടരിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന റോമിലുള്ള ദൈവസഭ, അവരോടാണ് പൗലോസ് സംസാരിക്കുന്നത്, അവരോടാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ
ന്യായപ്രമാണത്തിന് മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമും ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിച്ചിരുന്ന ദാവീദും ഇപ്പോൾ കൃപായുഗത്തിലുള്ള ജാതികളിൽപ്പെട്ടവർക്കും എല്ലാം അവരവരുടെ യാതൊരു പ്രവൃത്തി കൊണ്ടുമല്ല, പിന്നെയോ യേശുക്രിസ്തുവിലെ വിശ്വാസത്താലാണ് നീതീകരണം ലഭിക്കുന്നത് എന്ന് പറയുകയാണ്. നിങ്ങൾ അബ്രഹാമിലേക്ക് നോക്കുക. പഴയ നിയമത്തിലുള്ള സകല ഇസ്രായേലിനോടും ദൈവം നേരിട്ട് യെശയ്യാവിൽ കൂടി പറയുകയാണ്. അവിടെ നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, അഥവാ നീതീകരിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഇസ്രായേല്യരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. എന്താണ്? നിങ്ങളുടെ പിതാവ് എങ്ങനെ നീതീകരിക്കപ്പെട്ടു, അതുപോലെ നിങ്ങളും നീതീകരിക്കപ്പെടണം വിശ്വാസത്താൽ എന്നാണ്. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക് നിങ്ങൾ നോക്കുക, സാറയിലേക്ക് നോക്കുക. ഞാൻ അവരെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ? വിശ്വാസത്താലുള്ള നീതീകരണത്താൽ ഞാൻ അവനെ വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഏത് കാലത്തും ജീവിച്ചിരിക്കുന്നവർക്ക് വിശ്വാസത്താൽ മാത്രമേ നീതീകരണം പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ ആ കാര്യമാണ് പറയുന്നത്. പഴയ നിയമത്തിൽ നമുക്കറിയാം 5 യാഗങ്ങളുണ്ടായി, വേറെ വഴിപാടുകളുണ്ട് യാഗം കൂടാതെ. ആ യാഗങ്ങളും വഴിപാടും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു, അതിൻ്റെ പൊരുൾ വരുമ്പോൾ യാഗങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ കാണിക്കുന്നതാണ്. യാഗങ്ങൾ, വഴിപാടുകൾ, യാഗവും വഴിപാടുമായിട്ടാണ് കർത്താവ് തീർന്നത്. വഴിപാടെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ജനത്തിൻ്റെ മധ്യേ അവൻ ജീവിച്ച് അവൻ്റെ പരിപാവനമായ ആ ജീവിതത്തെയാണ് വഴിപാടായിട്ട് കാണിച്ചിരിക്കുന്നത്. അതാണ് വഴിപാട്, അവൻ്റെ ജീവിതമാണ്. ക്രൂശിലെ മരണമാണ് യാഗം. അപ്പം വഴിപാടും യാഗവുമായി തീർന്ന നമ്മുടെ കർത്താവ്, അവനിലെ വിശ്വാസത്താൽ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ പഴയ ദിനത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങൾ കൊണ്ടോ വഴിപാട് കൊണ്ടോ ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ആ ഭാഗം 5-ാം അധ്യായം വരെയുള്ള ആ ഭാഗം നാം ഈ 4-ാം അധ്യായത്തിൽ കണ്ടത്, ഏതൊരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ അല്ലാതെ നീതീകരിക്കപ്പെടുകയില്ല. ഏതെങ്കിലും മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി മൂലം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ സന്തതി എന്ന് പറയുന്നത് ഏകനെ കുറിച്ചാകുന്നു. അത് ക്രിസ്തു അത്രേ എന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി മൂലമേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ആ സന്തതി യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ അനുഗ്രഹമില്ല. ആ യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ യാതൊരു വാഗ്ദത്തവും ലഭിക്കുന്നതല്ല. വാഗ്ദത്തം ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരണം, അവനിൽ കൂടിയേ ലഭിക്കുകയുള്ളൂ. ഏതൊരു വ്യക്തിയും ദൈവസന്നിധിയിൽ നീതിമാനാകണമെങ്കിൽ, നീതീകരിക്കപ്പെടണമെങ്കിൽ, പ്രവൃത്തി കൂടാതെ ദൈവം തരുന്ന നീതീകരണം ലഭിക്കണമെങ്കിൽ കൃപയാലെ ആ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രമാണ് ദൈവം നീതീകരിക്കുന്നത്. നീതീകരിക്കുന്നവൻ ദൈവമാണ്, പിതാവായ ദൈവമാണ് നീതീകരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നിബന്ധന വെച്ചിരിക്കുകയാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, എങ്കിലേ പിതാവ് നീതീകരിക്കുകയുള്ളൂ. ഒരു വ്യക്തി ദൈവമകനായി തീരണമെങ്കിൽ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളണം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ, അഥവാ പിതാവായ ദൈവം, മക്കളായി തീരുവാൻ, അവൻ്റെ മക്കളായി തീരുവാൻ ഉള്ള അധികാരം കൊടുത്തു. അപ്പം ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യന് കിട്ടണമെങ്കിൽ, നീതീകരിക്കപ്പെടണമെങ്കിൽ, രക്ഷിക്കപ്പെടണമെങ്കിൽ, ദൈവമകനായി തീരണമെങ്കിൽ, വീണ്ടും ജനനം പ്രാപിക്കണമെങ്കിൽ, നിത്യജീവൻ ലഭിക്കണമെങ്കിൽ, പുതിയ ശരീരം ലഭിക്കണമെങ്കിൽ, ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കണമെങ്കിൽ, എന്ത് നന്മ വേണമെങ്കിലും, ഏത് വാഗ്ദത്തം ലഭിക്കണമെങ്കിലും, ഏത് നീതീകരണവും
യേശുക്രിസ്തുവിൽ കൂടി അല്ലാതെ ദൈവം വേറെ വഴി വെച്ചിട്ടില്ല. ചിലർക്ക് യേശുക്രിസ്തുവിനെ വേണ്ട, യഹോവയായ ദൈവം മതി, യഹോവ സാക്ഷികൾ. അങ്ങനെയുള്ളവര് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരാതെ അവർക്കൊരു നീതീകരണവും ലഭിക്കുന്നതല്ല, ഒരു നന്മയും ഉണ്ടാകുന്നതല്ല. കർത്താവ് പറഞ്ഞത് എന്താണ്? ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. യേശുക്രിസ്തുവിനെ അറിയാതെ ദൈവത്തെ അറിയുവാൻ ആർക്കും കഴിയുന്നതല്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ കൂടിയുള്ള നീതീകരണം, അതാണ് ഇവിടെ പൗലോസ് തെളിയിച്ചു വരുന്നത്. ഒന്നുകൂടി അത് ഘടിപ്പിച്ച് ഒന്നുകൂടി ദൃഢപ്പെടുത്തി പറയുകയാണ് അടുത്ത അധ്യായത്തിൽ, അതായത് റോമാലേഖനം 5-ാം അധ്യായത്തിൽ. അപ്പോൾ നാം ഇപ്പോൾ ചിന്തിക്കുന്നത് നീതീകരണം എന്ന വിഷയമാണ്. ഈ നീതീകരണം എന്ന വിഷയം അത് പുതിയ നിയമത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. നീതീകരണം എന്താണ്? നീതീകരണം എന്നൊക്കെ നാമധേയ ക്രൈസ്തവർ ചോദിച്ചേക്കാം, എന്തോന്ന് നീതീകരണം? അവർക്ക് കൂദാശകളും മറ്റു കർമ്മങ്ങളും അതും ഇതുമൊക്കെ കണ്ടും അത് കേട്ടും ഒക്കെ ചെയ്തു പോകുന്നതാണ് അവരുടെ രക്ഷ എന്നവര് ധരിച്ചു വച്ചിരിക്കുന്നത്. ഇവൻ പോപ്പ് വരെ ധരിച്ചിരിക്കുന്നത് അവയാണ്. അവർക്ക് രക്ഷയുടെ ABCD അറിയില്ല. തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. തിരുവെഴുത്ത് പറയുന്നൊന്നും അവർക്കറിയില്ല. ഒന്നാമത്തെ പോപ്പായ ദമാസിയൂസ് എന്താണ് കത്തോലിക്ക സഭയിൽ കൊണ്ടുവന്നത് അത് മാത്രമേ അവർക്കറിയുള്ളൂ. അല്ലാതെ തിരുവെഴുത്തെന്ത് പറയുന്നു എന്ന് നോക്കുന്നില്ല. യേശുക്രിസ്തുവിൻ പഠിപ്പിക്കൽ എന്താണ് അത് നോക്കുന്നില്ല. പ്രവാചകന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് നോക്കുന്നില്ല. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, നിങ്ങള് യേശുക്രിസ്തുവിലേക്ക് വരാതെ നിങ്ങൾക്ക് നീതീകരണം ലഭിക്കുന്നതല്ല. അതാണ് പ്രവാചകന്മാർ പറയുന്നത്. വാഗ്ദത്തങ്ങൾ അനേകം തന്നിട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്കത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിൽ വരണം. ആ ദൈവപുത്രനിൽ കൂടി അല്ലാതെ യാതൊരു വാഗ്ദത്തവും നമുക്ക് ലഭിക്കുന്നതല്ല. എന്നാൽ എത്രയോ ആളുകൾ ഈ സത്യത്തെ അംഗീകരിക്കാതെ സ്വയനീതിക്കാരായി സ്വയപ്രയത്നം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളും കൂദാശകളും മറ്റ് കർമ്മങ്ങളും കൊണ്ട് ദൈവസന്നിധിയിൽ നീതീകരിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. അത് ദൈവസന്നിധിയിൽ ഭോഷത്വമാണ് കാണിക്കുന്നത്. ദൈവസന്നിധിയിൽ മനുഷ്യന്റെ ഏത് നല്ല പ്രവൃത്തിയായാലും അവന് കറപുരണ്ട തുണി പോലെയാണ് അവരുടെ പ്രവൃത്തിയെല്ലാം. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ദൈവം സ്വീകരിക്കുന്നില്ല. വീണ്ടും ജനിക്കുന്നത് വരെ, വീണ്ടും ജനിക്കാതിരിക്കുന്ന ഒരു വ്യക്തി എത്ര നല്ല പ്രവൃത്തി ചെയ്താലും അത് ദൈവം സ്വീകരിക്കുന്നില്ല. വീണ്ടും ജനനമാണ് ഒന്നാമത് ആവശ്യം. ആ വീണ്ടും ജനനം ഉണ്ടായെങ്കിൽ മാത്രമേ അവന്റെ പ്രവൃത്തിയെ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. ആകയാൽ നീതീകരണം എന്ന് പറയുന്നത് അത് ദൈവം ദാനമായി തരുന്നതും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ അല്ലാതെ അതൊരു മനുഷ്യനും ലഭിക്കുന്നതുമല്ല. അത് ഏത് കാലത്തും, ആ ന്യായപ്രമാണത്തിന് മുമ്പുള്ള കാലത്തും, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഉള്ള കാലത്തും, ന്യായപ്രമാണത്തിന് ശേഷമുള്ള കാലത്തും ഏതൊരു വ്യക്തിയും ദൈവസന്നിധിയിൽ നീതീകരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടി അല്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള നീതീകരണം, അതാണ് റോമാലേഖനത്തിന്റെ മുഖ്യ വിഷയം. അത് കൂടുതൽ പഠിച്ചും കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാനും വരുന്ന ആളുകൾ ദൈവം നമ്മെ അധികമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.